ഇനിയുള്ളത് മകരക്കൂറാണ്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേർന്നതാണ് മകരക്കൂറ്. 7-ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. ഇവർക്ക് പങ്കാളിത്ത ബിസിനസ്സിൽ കൂടെയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടെയും ഒക്കെ ലാഭം അതുപോലെ പുതിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെയും അഥവാ പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ള സഹപ്രവർത്തകർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ വിശ്വാസം ആർജിക്കാനും ഒക്കെ സാധിക്കും. നിയമസംബന്ധമായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ സർക്കാർ ജോലി, നിർമ്മാണം, അതുപോലെ മാനേജ്മെൻറ്റ്, കൺസൾട്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ആഴ്ച തന്നെയാണിത്. ചില പഴയ ഫയലുകളും റിപ്പോർട്ടുകളും ഒക്കെ വീണ്ടും റിപ്പോർട്ട് ചെയ്യുക, അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരും. അത് പലപ്പോഴും അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ഭാവിയിലേക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലത്തെ, അതായത് സ്ഥാനക്കയറ്റത്തിനോ അംഗീകാരത്തിനോ ഒക്കെ ഇട നൽകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സിൽ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. അതുപോലെ അക്കൗണ്ടിൽ ചില തിരിമറികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് പൊതുവെ അനുകൂലമാണ്, സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ചില ദുഷ്പേരുകൾ വരാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് സന്ധി വേദന ഉണ്ടാകാനോ പുറകിൽ വേദന, അതായത് നടുവ് വേദന, അതുപോലെ മുട്ടുവേദന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള വ്യായാമം, ഭക്ഷണക്രമങ്ങൾ ഇതിൽ കൂടെ നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ ഒക്കെ പരസ്പര വിശ്വാസം ഒക്കെ വർദ്ധിക്കും. ഗൃഹപ്രവേശം മുതലായിട്ടുള്ള, അതുപോലെ തന്നെ വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതി, അവരുടെ ജോലിയിലും അതുപോലെ പഠിത്തത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഉയർച്ച കൊണ്ടുണ്ടാകുന്ന സന്തോഷം കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഒരു പരിഹാരമായിട്ട് ശനിദേവനെ പൂജിക്കുക, ശനിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കറുത്ത എള്ള് ദാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുകയോ പ്രദക്ഷിണം നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശനിഗ്രഹത്തിന് ചെയ്യുമ്പോൾ സൂര്യന് ആദ്യം ചെയ്തിട്ട് വേണം ഈ ശനിഗ്രഹത്തിന് ചെയ്യാൻ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.